Hello everyone, welcome back to my YouTube channel. In this video, we will cover the basics of payroll. We can see how to prepare payroll. Before that, what is payroll? Payroll refers to the process of paying employees for their work, including calculating salary, wage, benefits, deducting taxes. So, payroll is the compensation a business must pay to its employees for a set of period or on a given date. അപ്പോൾ പേറോൾ എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് പീരീഡിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗിവൺ ഡേറ്റിൽ മേ ബി അത് ഹാഫ് ഇയർലി ആവാം, ക്വാർട്ടർലി ആവാം, അല്ലെങ്കിൽ ഇയർലി ബേസിസ് ആവാം, എംപ്ലോയീസിന് കൊടുക്കുന്ന കോമ്പൻസേഷനെയാണ് നമ്മൾ പേറോൾ എന്ന് പറയുന്നത്. അപ്പം സാലറി സ്റ്റേറ്റ്മെൻറ്റിന് തന്നെയാണ് നമ്മൾ പേറോൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാം കമ്പനീസ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഓഫ് പേയ്മെൻറ്റ്സ് ദാറ്റ് മെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ഈസ് കോൾഡ് പേറോൾ അല്ലേ. അപ്പോൾ അത് വേജസ് ആവാം, ബോണസ് ആവാം, അലവൻസ് ആവാം, മറ്റു ബെനഫിറ്റ്സ് ആവാം, അതിൽ നിന്ന് പല എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പേറോൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് രണ്ട് കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ഗ്രോസ് സാലറി ആൻഡ് വാട്ട് ഈസ് നെറ്റ് സാലറി. ഗ്രോസ് സാലറി ഓർ ഗ്രോസ് പേ മീൻസ് വേജസ് ബിഫോർ ടാക്സസ് ആൻഡ് അതർ ഡിഡക്ഷൻസ്. അപ്പോൾ ഒരു എംപ്ലോയീസിന് എന്തെല്ലാം എമൗണ്ട് ആണോ കോമ്പൻസേഷനായിട്ട് കിട്ടുന്നത്, എന്തെല്ലാം അലവൻസുകളാണോ കോമ്പൻസേഷനായിട്ട് കിട്ടുന്നത്, അതൊക്കെ കൂടി ചേർന്നതിനെയാണ് ഗ്രോസ് പേ എന്ന് പറയുന്നത്. സോ ഇവിടെ ഗ്രോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ യാതൊരു ഡിഡക്ഷൻസും നടത്തിയിട്ടുണ്ടാവില്ല. സാലറി ബിഫോർ ഡിഡക്ഷൻസ് ആണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആഡ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബേസിക് പേ, സെക്കൻഡ് വൺ ഈസ് ഗ്രേഡ് പേ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിയർനെസ് അലവൻസ്, ഹൗസ് റെൻറ്റ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, എനി അതർ അലവൻസ്. അപ്പം എംപ്ലോയീസിന് അലവൻസായി കിട്ടുന്ന എമൗണ്ടൊക്കെ നമുക്ക് ഗ്രോസ് സാലറി, ബേസിക് സാലറിയോടൊപ്പം ആഡ് ചെയ്യാവുന്നതാണ്. സോ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് അലവൻസസ് ആണ്. നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് നെറ്റ് പേ ഓർ നെറ്റ് സാലറി. Wages after taxes and other deductions are called net salary. നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ സാലറി ആഫ്റ്റർ ഡിഡക്ഷൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഐറ്റംസ്? ഫസ്റ്റ് വൺ ഈസ് പ്രൊവിഡൻറ്റ് ഫണ്ട്, സെക്കൻഡ് വൺ ഈസ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സസ്, ദെൻ പ്രൊഫഷണൽ ടാക്സ്, റിക്കവറി ഓഫ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്, ലൈഫ് ഇൻഷുറൻസ്, എനി അതർ ഡിഡക്ഷൻസ് ഇൻക്ലൂഡ് ഫെസ്റ്റിവൽ അഡ്വാൻസ്, മെഡിക്കൽ അഡ്വാൻസ്. അപ്പം ഇത്തരത്തിലുള്ള ഐറ്റംസ് നമുക്ക് ഗ്രോസ് സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. പേറോൾ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽ എക്സാംസ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ പരിചയപ്പെടാം.